നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ബർക്കത്ത് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നവരാണല്ലോ. നമ്മൾ ദ്വാരക്കുന്നവരാണ്, ദിക്റ് ചൊല്ലുന്നവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ഹദ്ദാദ് ചൊല്ലുന്നവരാണ്, തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികൾ കൊണ്ടുകൂടി ബർക്കത്ത് നമുക്ക് ലഭിക്കും. ഏതൊക്കെയാണ് ആ സംഗതികൾ എന്നറിയണ്ടേ? തീർച്ചയായിട്ടും നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. 4 കാര്യങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടോ എന്നാൽ അവിടെ ബർക്കത്ത് ഉണ്ടാകും. പഠിച്ചു വെച്ചോളി 4 കാര്യങ്ങൾ. 1 അൽ ഗനം, അശ്ശാത്ത്. ഷാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആട്. ആട് വീട്ടിലുള്ളവന് ബർക്കത്ത് ഉണ്ടാകുന്ന അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആട് ആരുടെ വീട്ടിലുണ്ടോ അവിടെ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം, ആട് വീട്ടിലുണ്ടാകുക. അനുസരിച്ച് അതിൻ്റെ രോമത്തിലുള്ള കണക്കനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ അതിൻ്റെ പേരിൽ സ്വർഗം കിട്ടാൻ കാരണമായി തീരും. സ്വർഗം കിട്ടാൻ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി രണ്ടാമതുള്ളൊരു സംഗതിയാണ്, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ മുൻകാലങ്ങളിലൊക്കെ സ്ഥിരമായി സുലഭമായിട്ടുണ്ടായിരുന്നൊരു സംഗതിയാണ് കറിച്ചട്ടി. എങ്ങനത്തെ കറിച്ചട്ടി? മണ്ണിൻ്റെ കറിച്ചട്ടി. മണ്ണിൻ്റെ കറിച്ചട്ടിയിൽ ബർക്കത്തോ? മണ്ണിൻ്റെ കറിച്ചട്ടിയിൽ ബർക്കത്തുണ്ട് ഉസ്താദെ. കാലം മാറിയില്ലേ? പലപ്പോഴും ആളുകൾ പറയുന്നതാണ് കാലം മാറിയില്ലേ, അതിനനുസരിച്ച് മാറണ്ടേ എന്ന്. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറി, അതോടൊപ്പം കാലത്തിനോടൊപ്പം ബർക്കത്ത് അവിടെ സ്റ്റോപ്പായി നിന്നു. പഴയ കാലത്തോടൊപ്പം ബർക്കത്ത് എന്നുള്ള സംഗതി അവിടെ സ്റ്റോപ്പായി. പിന്നെ ഇങ്ങോട്ട് ബർക്കത്ത് വരണില്ല. എന്തേ കാരണം? കോലം മാറി. ഇങ്ങനെ ആവാൻ പാടില്ല. എൻ്റെ വീട്ടിൽ പ്രസ്റ്റീജിൻ്റെ കുക്കറുണ്ട്, അല്ലെങ്കിൽ അന്നാലൂമിനിയത്തിൻ്റെ പാത്രങ്ങളുണ്ട്. അതൊക്കെയല്ലേ ഇപ്പോൾ ട്രെൻഡ്, ഇപ്പോൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെയല്ലേ. പിന്നെന്തിനാണ്? ആർക്കാണ് ഈ കറിച്ചട്ടി വേണ്ടത്? ആരാണ് കറിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പഴയ ഉമ്മമാരെന്ന് ആലോചിച്ച് നോക്കി. പ്രായമുള്ള ഉമ്മമാർ ചെറുപ്പത്തിൽ നമ്മൾ കറിച്ചട്ടിയിൽ മുളക് കറി വെച്ച്, അല്ലെങ്കിൽ നമ്മൾ കറിച്ചട്ടിയിൽ കൂട്ടാൻ വെച്ചിട്ട് അതിൻ്റെ അവസാനം ഈ കറിയൊക്കെ ഒഴിവായതിനു ശേഷം ലാസ്റ്റ് എല്ലാം ഉണ്ടാകും അരപ്പിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ചോറ് വാരിയിട്ടൊന്ന് കുഴച്ച് പുരട്ടി തിന്നുന്നതിൻ്റെ സ്വാദ് ഇന്നത്തെ എത്ര വലിയ ടെക്നോളജിയിലുള്ള പാത്രത്തിൽ വെച്ചാലും ശരി കിട്ടൂല. ഉറപ്പല്ലേ ഞാനീ പറഞ്ഞ സത്യമല്ലേ? ആ പഴയ പാത്രത്തിലിട്ട് നല്ലോണം പുരട്ടി, വല്യമ്മയൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ പുരട്ടിയിട്ട് എന്ത് ചെയ്യുക, അത് വാരി അത് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ്, ഒരു ടേസ്റ്റ് ഇന്നത്തെ ഓരോ പാത്രത്തിൽ വെച്ചാലും കിട്ടൂല. അപ്പോൾ കറിച്ചട്ടിയിൽ കറി ഉണ്ടാക്കുന്ന കറിച്ചട്ടി വീട്ടിലുണ്ടോ എന്നാൽ അവിടെ ബർക്കത്തുണ്ടാവും. ഒരെണ്ണമെങ്കിലും വാങ്ങി വെക്കാം. വലിയ വിലയൊന്നുമുള്ള സാധനമല്ല, എന്നാൽ വില കൂടിയ സാധനം നമ്മുടെ വീട്ടിലുണ്ട്. വലിയ പാത്രങ്ങൾ, വലിയ അടച്ചുറപ്പുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, ബർക്കത്ത് ഈ ചെറിയ പാത്രത്തിലാണ്, വില കുറഞ്ഞ പാത്രത്തിലാണ്. അങ്ങനെ ഉണ്ട് ചില സംഗതികൾ. അപ്പോൾ ഒരെണ്ണമെങ്കിലും ഉസ്താദെ വാങ്ങി വെക്കുന്നത് ഓക്കെ, പക്ഷെ അതൊന്ന് ഉപയോഗിക്കണം. ഇടയ്ക്ക് അതിലും കറി വെക്കണം. നമ്മുടെ മക്കളും അതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ, അതൊക്കെ ഒന്ന് രുചിക്കട്ടെ. അതുപോലെ തന്നെ കറിച്ചട്ടി മാത്രം വാങ്ങി വെച്ചാൽ പോരാ, വീടും വൃത്തിയാക്കി സൂക്ഷിക്കണം. അടുക്കള പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, കൂടുതലും നിങ്ങളാണ് ആ മേഖല കൈകാര്യം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അടുക്കള അതൊരിക്കലും വൃത്തികേടാക്കി ഇടാൻ പാടില്ല. നമ്മളെല്ലാം വാങ്ങി വെച്ചു, കറിച്ചട്ടി ഒന്നിന് പകരം 10 എണ്ണം വാങ്ങി വെച്ചു, അടുക്കള വൃത്തികേടാക്കിയിട്ടേക്കാം. എന്നാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല കേട്ടോ. എപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കി, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണല്ലോ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തി വേണ്ട സ്ഥലം അടുക്കളയാണ്. അത് കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കണം. ഭക്ഷണം കഴിച്ച ശേഷം, പാചകം ചെയ്ത ശേഷം ആ പാത്രങ്ങൾ, വേസ്റ്റായ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അടുക്കിപ്പിറക്കി വെക്കണം. അത് വലിച്ചു വാരിയിടുക, രാത്രി കുന്നുകൂട്ടിയിടുക, രാവിലെ കഴുകാമെന്നുള്ള, രാത്രിയായി ഒരുപാട് നേരമായി, ഇനി കഴുകാൻ നിൽക്കാൻ ക്ഷീണമാണ്, ചെയ്യരുത്. നിങ്ങൾ രാത്രി തന്നെ മാക്സിമം അത് കഴുകി വെക്കാൻ ശ്രമിക്കുക. ഭർത്താക്കന്മാരുണ്ട്, അവരെ കൂടെ വിളിച്ചിട്ട് സഹായിപ്പിക്കുക. അവർ വലിയ ആളുകളായിട്ട് പോകാനൊന്നും വേണ്ട, അവരെയും വിളിച്ചൊന്ന് സഹായിപ്പിക്കുക. ഒരുപാട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ന് കരുതിയിട്ട് നാളെ മുതൽ ചൂലുവെട്ടിട്ടെടുത്തുകൊണ്ട് ഭർത്താവിൻ്റെ പുറയിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർ വരികയാണെങ്കിൽ അവരെയും ഖിദ്മത്തിന് കൂട്ടാന്നല്ലാതെ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കുള്ള കൂലിയാണ് അതൊക്കെ. അടുക്കള, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കൽ, മക്കളെ പരിപാലിക്കൽ, ഇതിനൊക്കെ വലിയ കൂലി എൻ്റെ ഉമ്മമാർക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു ബേജാറ് വേണ്ട. സന്തോഷത്തോടെ നല്ല നീയത്തോടു കൂടി ചെയ്താൽ മതി. ഇതെൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എന്നുള്ള നീയത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിനും നിങ്ങളുടെ വീട്ടിൽ കൂലി കൊണ്ട് തരും അല്ലാഹു, അല്ലേ? അടുക്കള കൃത്യമായി സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അടുക്കള കൊണ്ട് എങ്ങനെയൊക്കെ ബർക്കത്തുണ്ടാക്കി എടുക്കാം, നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ബർക്കത്തുണ്ടാകും, മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ 2 വിഷയം ഞാൻ പറഞ്ഞു. ഒന്ന് ആട്, രണ്ടാമത്തത് കറിച്ചട്ടി. ഈ 2 കാര്യങ്ങൾ, മണ്ണിൻ്റെ കറിച്ചട്ടി 2 നോക്കണം. മൂന്നാമത്തൊരു സംഗതിയാണെന്ത്? നമ്മുടെ വീട്ടിലൊക്കെ മുൻകാലങ്ങളിൽ സ്ഥിരമായി എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ നോക്കുന്ന വീടുകളിലൊക്കെ ഈ സാധനം ഉണ്ട്. എന്താ സാധനം എന്നറിയോ? അത് ഒരു ജീവിയാണ്, ഒരു കോഴി.
കോഴി ഉണ്ടെങ്കിൽ ബറക്കത്താണ്. ആടിനെ പറ്റി അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത് അൽ ഗനം അഷ്ഷാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. വീട്ടിൽ ആടുണ്ടെങ്കിൽ അവിടെ ബർക്കത്തുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ് അദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. കോഴി ഒരു വീട്ടിലുണ്ടോ അവിടെ ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ കോഴിക്ക് വലിയ സ്ഥാനം അള്ളാഹിൻ്റെ ഹബീബ് കൊടുത്തതാണ്. ലാ തസുബ്ബു ദീഖ്, നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത്. രാവിലെ കിടന്ന് ഇങ്ങനെ കൂഴുണ്ട് ഈ നശിച്ച കോഴി ഒന്ന് പോയിരുന്നെങ്കിൽ, ഒരിക്കലും പറയാൻ പാടില്ല എന്ന്. കാരണം എന്തേ, നിങ്ങളെ സുബഹിക്ക് വിളിച്ചുണർത്തുന്ന ജീവി. അതുകൊണ്ട് തന്നെ അതിന് ബർക്കത്തുണ്ട് എന്നാ. സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് നിങ്ങളെ വിളിച്ചുണർത്തുന്നൊരു ജീവിയാണ് കോഴി. അതുകൊണ്ട് കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത്. കോഴിയിൽ ബറക്കത്തുണ്ട്. വീട്ടിൽ ഒരു കോഴിയുണ്ടോ എന്നാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. നിങ്ങളിലേക്ക് വരുന്ന പല ഇടങ്ങേറുകൾ, ബലാവ്, മുസീബാത്തുകൾ, കണ്ണേറുകൾ, സിഹറുകൾ പോലത്തെ ബുദ്ധിമുട്ടുകൾ തട്ടി മാറാനത് കാരണമായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. ഒരു 2 കോഴിയെങ്കിലും വളർത്തിക്കൂടെ? ഇല്ലെങ്കിൽ ഒരു 2 എണ്ണം വാങ്ങണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതൊരു സംഗതി അതോടെ പറഞ്ഞ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 4-മത്തൊരു സംഗതിയാണ് അധികം ആരുടെയും വീടുകളിൽ ഇന്ന് കാണാത്ത, എന്നല്ല ഇന്ന് കാണാൻ കിട്ടാത്തൊരു സാധനം. നമ്മുടെ മ്യൂസിയങ്ങളിൽ പോയാൽ ചിലപ്പോൾ ഉണ്ടാവും. മുൻകാലങ്ങളിൽ എല്ലാ വീട്ടിലുണ്ടായിരുന്നു. അടുക്കളപ്പുറത്ത് നോക്കിയാൽ ഉണ്ടാവും ആ സാധനം. എന്താണെന്നറിയോ? ആട്ടുകല്ല്. നമ്മൾ അരി അരയ്ക്കുന്ന കല്ല്, ഗ്രൈൻഡറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കല്ല്. എന്നാൽ ഇപ്പോൾ ഗ്രൈൻഡറുകൾ സ്ഥാനമടക്കി, മിക്സികൾ സ്ഥാനമടക്കിയതുകൊണ്ട് ആട്ടുകല്ല് പുറത്തുപോയി, അരകല്ല് പുറത്തുപോയി, ഉരല് പുറത്തുപോയി തുടങ്ങിയിട്ടുള്ള മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല സംഗതികളും ഔട്ട് ഓഫ് ഫാഷനായി. അതോടൊപ്പം രോഗങ്ങൾ, ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, പ്രഷർ വന്നു, അതുപോലെ തന്നെ തൈറോയിഡ് വന്നു, പല സംഗതികളും കടന്നു വന്നു. ശരീരത്തിന് സന്ധിവേദനകൾ, കാലിന് നീര്, ഊരവേദന, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും കടന്നു വന്നു വീട്ടിലേക്ക്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാർക്ക്, വല്യമ്മമാർക്ക്, അവരൊക്കെ 90-100 വർഷമൊക്കെ ജീവിച്ച ആയുസ്സോടുകൂടി ഇരുന്നു. എന്തേ കാരണം? അവർ രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും ആട്ടാൻ. അവരുടെ ഇടുപ്പെല്ലുകൾ, അവരുടെ കൈകൾ എല്ലാം എന്ന് വ്യായാമമാണ്. ഇന്ന് ജിമ്മിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ശരീരം ഇളക്കാം. മുൻകാലങ്ങളിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഉരലിൽ ഇടിക്കുക, അതുപോലെ അമ്മി അരയ്ക്കൽ എന്താ നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ചെസ്റ്റിനൊക്കെ വലിയ ഹെൽപ്ഫുള്ളാകും എന്ന സംഗതിയാണ് അരയ്ക്കലും ഇടിക്കലും അതുപോലെ ആട്ടലുമൊക്കെ. ഇതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനാണ്. ഇന്ന് ആളുകൾക്ക് ചെയ്യാൻ വയ്യ. ഇന്നൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കിട്ടും മുമ്പിൽ. ഒരു സ്വിച്ച് ഇട്ടാൽ മതി. ഗ്രൈൻഡറിലേക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് ഒരു സ്വിച്ച് ഇട്ടിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, വെറുതെ എന്നാൽ മതി. അരഞ്ഞ് ഫ്രണ്ടിൽ കിട്ടും. മിക്സിയിലേക്ക് വെച്ചിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലോ എല്ലാം പൊടിഞ്ഞ് തവിട് പൊടിയായി, ജ്യൂസ് അടിച്ച് എന്താണോ വേണ്ടത്, ചമ്മന്തി അരച്ചെന്താണോ വേണ്ടത് കിട്ടും. ഇല്ല, ഇന്നത്തെ കാലം അങ്ങനെ. എന്നിട്ടോ വ്യായാമത്തിന് വേണ്ടി ജിമ്മിലേക്ക് പോകാം. അപ്പോൾ ആ കാലഘട്ടം തിരിച്ചു വന്നാൽ, നമ്മളിലേക്ക് വന്നാൽ ഒരു ബർക്കത്തിന് വേണ്ടിയെങ്കിലും ഒരു ആട്ടുകല്ല് അല്ലെ ഓരോരല് നമ്മുടെ അടുക്കളപ്പുറത്ത് കിടന്നോട്ടെ. അത് നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ പറ്റും. ആരും പുറത്തുനിന്ന് എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. ലോക്കറിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട സാധനമേ അല്ല. അടുക്കളപ്പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്നാൽ മതി. പക്ഷേ ഇടയ്ക്ക് അതൊന്നും ഉപയോഗിക്കണം. എന്നും ഉപയോഗിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി, കുറച്ച് അരിയിട്ടൊന്ന് ആട്ടി, അൽഹംദുലില്ലാ അത് വെച്ചൊക്കെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ആ പഴയ ഓർമ്മകൾ, ആ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ദിക്റും ദുആയും സ്വലാത്തും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്യാദി കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇരട്ടി മധുരം 2 രൂപത്തിലുള്ള ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.